നമസ്കാരം. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എൻറോൾഡ് ഏജൻറ്റ് എന്താണ്, എങ്ങനെയാണ് ഒരാൾക്കൊരു എൻറോൾഡ് ഏജൻറ്റ് ആകാൻ പറ്റുക, ഈ വിഷയങ്ങളെക്കുറിച്ചാണ്. യു എസിൽ ജോലി എന്ന് കേട്ടാൽ നമ്മൾ സാധാരണ വിചാരിക്കുന്നത് ഐ ടിയെക്കുറിച്ചാണ്. എന്നാൽ ഐ ടി പോലെ തന്നെ വളരെ ആകർഷകമായ, എന്നാൽ അധികമാരും കൈവച്ചിട്ടില്ലാത്ത മറ്റൊരു തൊഴിൽ മേഖലയും നമ്മൾ ഇന്ത്യക്കാർക്ക് മുമ്പിൽ യു എസ് തുറന്നു വച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കൊമേഴ്സ് പശ്ചാത്തലമുള്ളവർക്ക് യു എസ് നികുതി രംഗത്ത് വിവിധ രാജ്യങ്ങളിൽ വലിയ തൊഴിലവസരങ്ങൾ തുറന്നു നൽകുന്ന എൻറോൾഡ് ഏജൻറ്റ് എന്ന യോഗ്യതയാണ് കേരളത്തിൽ ഈ പുതിയ അവസരങ്ങൾ തുറന്നിടുന്നത്. എന്താണ് എൻറോൾഡ് ഏജൻറ്റ്? ഈ വീഡിയോ പൂർണ്ണമായും കാണുക. ഈ വീഡിയോയിൽ എൻ്റെ അധികം നറേഷൻ ഉണ്ടാകില്ല. എന്നിരുന്നാലും സ്വദേശത്തും വിദേശത്തും ഇരുന്ന് യു എസ് നികുതിദായകർക്ക് വേണ്ടി നികുതി സംബന്ധമായ ജോലികൾ ചെയ്തു നൽകുവാൻ അവസരമൊരുക്കുന്ന ഒരു യോഗ്യതയാണ് എൻറോൾഡ് ഏജൻറ്റ്. യു എസിലെ കേന്ദ്ര നികുതി ഏജൻസിയായ ഇൻറ്റേർണൽ റവന്യൂ സർവീസ് IRS അതിൻ്റെ മുൻപാകെ നികുതിദായകരെ പ്രതിനിധീകരിക്കുവാൻ EA അഥവാ എൻറോൾഡ് ഏജൻറ്റ് യോഗ്യത വേണം. IRSൻ്റെ ഔദ്യോഗിക അംഗീകാരമുള്ള ഈ യോഗ്യതയുള്ളവർക്ക് യു എസിന് പുറത്ത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ, ഇപ്പോൾ വലിയ അവസരങ്ങളാണ് ഉള്ളത്. കേരളത്തിൽ പരിചിതമല്ലാത്തതും എന്നാൽ ഏറെ തൊഴിൽ സാധ്യത ഉള്ളതുമായ ഈ യോഗ്യത നേടാൻ സഹായിക്കുന്ന കോഴ്സ് ഇപ്പോൾ കേരളത്തിന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നൈപുണ്യ വികസന ഏജൻസിയായ അസാപ്പ് കേരളയാണ്. EA അഥവാ എൻറോൾഡ് ഏജൻറ്റ് യോഗ്യത നേടാനുള്ള പരിശീലനമാണ് അസാപ്പ് നൽകുന്നത്. ഈ യോഗ്യത നേടിയാൽ യു എസിന് പുറമെ കാനഡ, UK, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലും നികുതി രംഗത്ത് ജോലി കണ്ടെത്തുവാൻ കഴിയും. ഇവിടങ്ങളിലും നിരവധി അവസരങ്ങളാണുള്ളത്. ഇന്ത്യയിൽ EA യോഗ്യതയോടെ ജോലി ചെയ്യുന്നവർക്ക് തുടക്കത്തിൽ തന്നെ ഒരു 4.5 ലക്ഷം രൂപ വരെ വാർഷിക ശമ്പളം ലഭിക്കുന്നുണ്ട്. ജോലി കണ്ടെത്തുന്നതിന് പുറമെ സ്വന്തമായിട്ട് സംരംഭങ്ങൾ തുടങ്ങുവാനും EA യോഗ്യത അവസരം ഒരുക്കുന്നുണ്ട്. അസാപ്പ് ഒരു സ്ക്രീനിംഗ് ടെസ്റ്റ് മുഖേനയാണ് ഈ കോഴ്സിന് പ്രവേശനം നൽകുന്നത്. ഈ കോഴ്സിൽ ചേരുമ്പോൾ തന്നെ ജോലി ഉറപ്പാക്കുന്ന ഒരു മാതൃകയിലാണ് ഇതിൻ്റെ പരിശീലനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കോഴ്സിൻ്റെ ആരംഭത്തിൽ തന്നെ ജോലിക്കുള്ള കണ്ടീഷണൽ ഓഫർ ലെറ്റർ നൽകും. വിജയകരമായിട്ട് കോഴ്സ് പൂർത്തിയാക്കി എൻറോൾഡ് ഏജൻറ്റ് ആകുന്നവർക്ക് യു എസിലെ നികുതിദായകരുടെ ടാക്സ് റിട്ടേണുകൾ ഫയൽ ചെയ്യുവാൻ സാധിക്കും. ഈ യോഗ്യതയുള്ളവർക്ക് ഇന്ത്യയിൽ തന്നെ EY, KPMG, ഡിലോയിറ്റ്, PwC തുടങ്ങിയ അന്താരാഷ്ട്ര കൺസൾട്ടൻസി കമ്പനികൾ ജോലി നൽകുന്നുമുണ്ട്. അസാപ്പ് കേരളയുടെ തന്നെ ആദ്യ ബാച്ചിലെ 25 പേർക്ക് വിവിധ കമ്പനികളിൽ ജോലി ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ അസാപ്പ് കേരളയിൽ ഈ ഒരു കോഴ്സിനെ ജോയിൻ ചെയ്യേണ്ടുന്ന അവസാന തീയതി ജൂൺ 29. ഫുൾ ടൈമായിട്ടും പാർട്ട് ടൈമായിട്ടും ജോലി ചെയ്യാം. കമ്പനികളിൽ മുഴുവൻ സമയം ജോലി ചെയ്യാം. ഈ മേഖലയിൽ നിലവിൽ കേരളത്തിൽ 500 അധികം അവസരങ്ങളാണുള്ളത്. എൻറോൾഡ് ഏജൻറ്റ് കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാർട്ട് ടൈമായി ജോലി നോക്കുവാനും അവസരമുണ്ട്. പശ്ചിമ ബംഗാളിലും ഗുജറാത്തിലും ആന്ധ്രാപ്രദേശിലും നിരവധി കമ്പനികൾ ഈ യോഗ്യതയുള്ളവരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഈ മേഖലയിൽ ലഭ്യമാകുന്ന മാനവ വിഭവശേഷി ഉപയോഗിക്കുന്നതിന് വൻകിട കമ്പനികൾ ഇപ്പോൾ ഓഫീസ് തുറന്നിട്ടുമുണ്ട്. ഈ എൻറോൾഡ് ഏജൻറ്റ് CAക്ക് തുല്യമാണോ എന്ന് ചിലരെങ്കിലും ചോദിക്കാറുണ്ട്. അസാപ്പ് നൽകുന്ന 6 മാസ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയാൽ US ഫെഡറൽ റവന്യൂ ഏജൻസിയായ IRS നടത്തുന്ന സ്പെഷ്യൽ എൻറോൾമെൻറ്റ് എക്സാമിനേഷൻ എഴുതാം. ഈ സ്പെഷ്യൽ എൻറോൾമെൻറ്റ് എക്സാമിനേഷൻ പാസ്സായാൽ എൻറോൾഡ് ഏജൻറ്റ് യോഗ്യത ലഭിക്കും. പേരിനൊപ്പം EA എന്ന് ചേർക്കാം. ഈ യോഗ്യതയുള്ളവർക്ക് യു എസിലെ CPA സർട്ടിഫൈഡ് പ്രാക്ടീഷണർ അക്കൗണ്ടൻറ്റ്, CFA സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് പരീക്ഷകളിൽ ഒരു പേപ്പർ ഇളവുണ്ട്. കൂടാതെ ക്രെഡിറ്റും കിട്ടും. EA ഒരിക്കലും CAക്ക് തുല്യമല്ല. എന്തൊക്കെയാണ് യോഗ്യതകൾ? BCom, MCom, BBA, MBA ഫിനാൻസ് ബിരുദധാരികൾക്കും CA പൂർത്തിയായവർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അവസാന വർഷ വിദ്യാർത്ഥികൾക്കുമാണ് അസാപ്പ് നടത്തുന്ന ഈ EA കോഴ്സിൽ പരിശീലനം നൽകുന്നത്. 6 മാസമാണ് കോഴ്സിൻ്റെ കാലാവധി. അതിൻ്റെ കോഴ്സ് ഫീസ് എത്രയാണ് എന്ന് നിങ്ങൾ വെബ്സൈറ്റ് തന്നെ നോക്കി ഉറപ്പാക്കുക. ഒരു എൻറോൾഡ് ഏജൻറ്റ് ആകുന്നതിനുള്ള ഘട്ടം ഘട്ടമായുള്ള പ്രക്രിയ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. IRSൽ നിന്നും ഒരു അപേക്ഷകൻ ഒരു പ്രിപ്പയറർ ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, അതായത് PTIN നേടണം. ആദ്യമായിട്ട് PTIN അപേക്ഷിക്കുന്നവർ അവർക്ക് ഏകദേശം 15 മിനിറ്റിനുള്ളിൽ ഓൺലൈനായി തന്നെ PTIN ലഭിക്കും. ഇതിന് ഫീസുണ്ട്.
രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ പ്രോമെട്രിക് നടത്തുന്ന സ്പെഷ്യൽ എൻറോൾമെൻറ്റ് എക്സാമിനേഷൻ എഴുതാൻ അപേക്ഷിക്കുക എന്നതാണ്. ഈ സ്പെഷ്യൽ എൻറോൾമെൻറ്റ് എക്സാമിനേഷൻ പരീക്ഷയുടെ 3 ഭാഗങ്ങളിലും വിജയിക്കുന്നതിനുള്ള സ്കോറുകൾ നേടുകയും വേണം. SCE പരീക്ഷയുടെ 3 പാർട്ടുകളാണുള്ളത്. അവയ്ക്ക് 100 ചോദ്യങ്ങൾ വീതമുള്ള ഓരോ പാർട്ടിനും 3.5 മണിക്കൂർ പരീക്ഷയ്ക്കുള്ള സമയവും പിന്നെ അരമണിക്കൂർ പ്രിപ്പറേറ്ററി സമയവും അടക്കം 4 മണിക്കൂറാണ് ഈ പരീക്ഷ. ഇതിൻ്റെ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ്, രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ബിസിനസ്, മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് റെപ്രസെൻറ്റേഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഇതാണ് സാധാരണ പരീക്ഷയുടെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് മെയ് 1 മുതൽ അടുത്ത വർഷം ഫെബ്രുവരി അവസാനം വരെയാണ്. പരീക്ഷയുടെ ഒരു ഭാഗം വിജയിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവർ പരീക്ഷയുടെ ആ ഭാഗം വിജയിച്ച തീയതി മുതൽ 3 വർഷം വരെ പാസിംഗ് സ്കോർ കൈവശം വയ്ക്കാം. അതിനിടയിൽ തന്നെ മറ്റ് പാർട്ടുകൾ കൂടി എഴുതിയെടുക്കാം. 3 വർഷം തികഞ്ഞ പാർട്ടുകൾക്ക് ക്രെഡിറ്റ് നഷ്ടമാകും. അവ വീണ്ടും എഴുതിയെടുക്കേണ്ടി വരും. സാധാരണഗതിയിൽ പരീക്ഷ പൂർത്തിയാകുമ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഒരു പാസ് അല്ലെങ്കിൽ ഫെയിൽ സന്ദേശം സാധാരണ കിട്ടും. ടെസ്റ്റ് സ്കോറുകൾ രഹസ്യാത്മകമാണ്. അത് സാധാരണ IRSനും നിങ്ങൾക്കും മാത്രമേ അറിയൂ. നിങ്ങളുടെ സ്കോർ റിപ്പോർട്ട് അടങ്ങിയ ഒരു ഇമെയിൽ നിങ്ങൾക്ക് പ്രോമെട്രിക്കിൽ നിന്നും ലഭിക്കുകയും ചെയ്യും. സാധാരണഗതിയിൽ എൻറോൾ ചെയ്ത ഏജൻറ്റുമാരും IRSൻ്റെ പ്രതിനിധികളും അടങ്ങുന്ന വിഷയവിദഗ്ധരുടെ ഒരു പാനലാണ് പാസിംഗ് സ്കോർ നിശ്ചയിക്കുക. സ്കെയിൽ ചെയ്ത പാസിംഗ് സ്കോർ 105 ആണ്. എൻറോൾമെൻറ്റിനായിട്ട് എങ്ങനെയാണ് അപേക്ഷിക്കുക എന്നതാണ് മൂന്നാമത്തെ ഘട്ടം. ഇപ്പം നമ്മൾ ഈ SCE പരീക്ഷയുടെ 3 പാർട്ടും എഴുതി വിജയിച്ചു കഴിഞ്ഞാൽ എൻറോൾമെൻറ്റിനായിട്ട് അപേക്ഷിക്കാം. ഇങ്ങനെ എൻറോൾ ചെയ്ത ഏജൻറ്റുമാർക്ക് നികുതി, അക്കൗണ്ടിംഗ് മേഖലകളിൽ വിശാലമായ അവസരങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നികുതി തയ്യാറാക്കൽ, കൺസൾട്ടിങ്, IRSൻ്റെ പ്രാതിനിധ്യം, കോർപ്പറേറ്റ് നികുതി, ചെറുകിട ബിസിനസ് പിന്തുണ, നികുതിയുമായി ബന്ധപ്പെട്ട് പരിശീലനം, അന്താരാഷ്ട്ര നികുതി, അതുപോലെ തന്നെ എസ്റ്റേറ്റ് ആസൂത്രണം അല്ലെങ്കിൽ ലാഭേച്ഛയില്ലാതെ നികുതി പ്രശ്നങ്ങൾ എന്നിവ പോലുള്ള മേഖലകളിൽ ഈ എൻറോൾഡ് ഏജൻറ്റുകൾക്ക് സ്പെഷ്യലൈസ് ചെയ്യുവാൻ കഴിയും. നികുതി ആസൂത്രണത്തിലും ഫയലിങ്ങിലും അതുപോലെ വ്യക്തികളെയും ബിസിനസ്സുകളെയും സഹായിക്കുന്നതിന് EAക്ക് സ്വതന്ത്രമായി നികുതി തയ്യാറാക്കൽ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയോ പ്രവർത്തിക്കുവാനും കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കമ്പനികളിൽ മുഴുവൻ സമയം ജോലി ചെയ്യാം. ഈ മേഖലയിൽ കേരളത്തിൽ തന്നെ ഏകദേശം 500 അവസരങ്ങളാണ് ഉള്ളത്. അതുപോലെ തന്നെ US നികുതി റിട്ടേണുകൾ ഫയൽ ചെയ്യേണ്ട സമയത്ത് കമ്പനികൾ അതിന് മാത്രമായിട്ട് 6 മാസക്കാലത്തേക്ക് നൽകുന്ന തൊഴിലവസരങ്ങൾ കൂടി ഉണ്ട്. ഇതിന് സീസണൽ ഹയറിംഗ് എന്നാണ് സാധാരണ പറയുക. ഈ മേഖലയിൽ നിലവിൽ 400 ഒഴിവുകൾ ഉണ്ട്. പിന്നൊന്ന് ഞാൻ ആദ്യം പറഞ്ഞ സംരംഭകത്വ സാധ്യതയാണ്. ഈ EA യോഗ്യതയുള്ളവർക്ക് US നികുതിദായകരുടെ ടാക്സ് റിട്ടേണുകൾ ഫയൽ ചെയ്യുന്നതിനും മറ്റ് അനുബന്ധ സേവനങ്ങൾ നൽകുന്നതിനും സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ കഴിയും. ഗുജറാത്തിൽ ഇത്തരത്തിൽ 2000-ലധികം സ്ഥാപനങ്ങളെങ്കിലും ഉണ്ട്. അപ്പോൾ കേരളത്തിൽ പലർക്കും ഇങ്ങനൊരു തൊഴിലവസരത്തെക്കുറിച്ച് അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കമ്പനികളിൽ മുഴുവൻ സമയം ജോലി ചെയ്യാം. ഈ മേഖലയിൽ കേരളത്തിൽ തന്നെ ഏകദേശം 500 അവസരങ്ങളാണ് ഉള്ളത്. അതുപോലെ തന്നെ US നികുതി റിട്ടേണുകൾ ഫയൽ ചെയ്യേണ്ട സമയത്ത് കമ്പനികൾ അതിന് മാത്രമായിട്ട് 6 മാസക്കാലത്തേക്ക് നൽകുന്ന തൊഴിലവസരങ്ങൾ കൂടി ഉണ്ട്. ഇതിന് സീസണൽ ഹയറിംഗ് എന്നാണ് സാധാരണ പറയുക. ഈ മേഖലയിൽ നിലവിൽ 400 ഒഴിവുകൾ ഉണ്ട്.